Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഈ കഥയുടെ തലക്കെട്ട് ദ ത്രീ ഫിഷ്, മൂന്ന് മത്സ്യങ്ങൾ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ റിവർ, ഒരു പുഴയിൽ, ദർ ലിവ്ഡ് ത്രീ ഫിഷ് നെയിംഡ് സോമി, മോനി ആൻഡ് നോനി. ദർ ലിവ്ഡ്, ജീവിച്ചിരുന്നു, ത്രീ ഫിഷ്, മൂന്ന് മത്സ്യങ്ങൾ, നെയിംഡ്, പേരുള്ള, സോമി, മോനി ആൻഡ് നോനി. ഇങ്ങനെ മൂന്ന് പേരുള്ള മൂന്ന് മത്സ്യങ്ങൾ പണ്ടൊരിക്കൽ ഒരു പുഴയിൽ ജീവിച്ചിരുന്നു. ദേ വേർ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ബട്ട് ഈച്ച് ഹാഡ് ഡിഫറെൻറ്റ് ബിലീവ്സ്, പക്ഷേ, ഈച്ച് ഹാഡ്, ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ബിലീവ്സ്. ബിലീഫ് എന്നാൽ ഇവിടെ എന്താണ്? അഭിപ്രായം, വിശ്വാസം, ഇതൊക്കെയാണ് അർത്ഥം, ധാരണ. പക്ഷേ അവർ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ധാരണകൾ, അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സോമി തോട്ട് യു ഷുഡ് ഫേസ് പ്രോബ്ലംസ് വെൻ ദേ കം. സോമി തോട്ട്, സോമി വിചാരിച്ചിരുന്നത് യു ഷുഡ് ഫേസ് പ്രോബ്ലംസ്, നിങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം, തരണം ചെയ്യണം. വെൻ ദേ കം, അവർ വരുമ്പോൾ, അവകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം, അതിനെ നേരിടണം. ഇതായിരുന്നു സോമി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. മോനി ബിലീവ്ഡ് ഇറ്റ് വാസ് സ്മാർട്ട് ടു ആക്ട് ബിഫോർ ട്രബിൾ അറൈവ്ഡ്. മോനി ബിലീവ്ഡ്, മോനി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, ഇറ്റ് വാസ് സ്മാർട്ട് ടു ആക്ട് ബിഫോർ ട്രബിൾ അറൈവ്ഡ്, പ്രശ്നം വരുന്നതിന് മുമ്പായിട്ട് അതിന് പ്രവർത്തിക്കുക എന്നുള്ളത്, ആ പ്രശ്നത്തെ അതിജീവിക്കാൻ പ്രവർത്തിക്കുക എന്നുള്ളത് കാര്യക്ഷമമായതാണ്. നോനി ഫെൽറ്റ് ദാറ്റ് എവരിത്തിങ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ഫെയ്റ്റ്. നോനി ഫെൽറ്റ്, നോനി കരുതിയിരുന്നത്, നോനിക്ക് തോന്നിയിരുന്നത് ദാറ്റ് എവരിത്തിങ് ഹാപ്പൻഡ്, എല്ലാം സംഭവിക്കുന്നത്, ബിക്കോസ് ഓഫ് ഫെയ്റ്റ്. ഫെയ്റ്റ് എന്നാൽ വിധി എന്നുള്ള അർത്ഥമാണ്. വിധി കൊണ്ടാണ്, വിധി കാരണമായിട്ടാണ്, അതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് എന്നാണ് നോനി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു നോനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഡിസ്പൈറ്റ് ദെയർ ഡിഫറൻസസ്. ഡിഫറൻസ് എന്നാൽ ഇവിടെ അഭിപ്രായം എന്നുള്ള അർത്ഥമാണ്. മറ്റൊരർത്ഥം വ്യത്യസ്തമായിട്ടുള്ള, ഭിന്നത. ഡിസ്പൈറ്റ് ദെയർ ഡിഫറൻസസ്, വ്യത്യസ്തമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും, അങ്ങനെയാണെങ്കിൽ പോലും. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥമാണ്. ദേ എൻജോയ്ഡ് ദെയർ ടൈം ടുഗദർ ഓൺ ദ റിവർ. ദേ എൻജോയ്ഡ്, അവർ ആസ്വദിച്ചു, ദെയർ ടൈം, അവരുടെ സമയം, ടുഗദർ എന്നാൽ ഒരുമിച്ച്, ഓൺ ദ റിവർ, ആ പുഴയിൽ ഒരുമിച്ച് അവർ സമയം ആസ്വദിച്ചു, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും. വൺ ഡേ, ഒരു ദിവസം, ത്രീ ഫ്രണ്ട്സ് വേർ സ്വിമ്മിങ് ഇൻ ദ റിവർ. ത്രീ ഫ്രണ്ട്സ്, രണ്ട് സുഹൃത്തുക്കളും, വേർ സ്വിമ്മിങ്, നീന്തുകയായിരുന്നു, ഇൻ ദ റിവർ, പുഴയിൽ. ഒരു ദിവസം മൂന്ന് സുഹൃത്തുക്കളും പുഴയിൽ നീന്തുകയായിരുന്നു. ദേ സോ ടു ഫിഷർമെൻ സിറ്റിംഗ് ബൈ ദ റിവർ ആൻഡ് ടോക്കിംഗ്. ദേ സോ, അവർ കണ്ടു, ടു ഫിഷർമെൻ, രണ്ടു മത്സ്യം പിടിക്കുന്ന ആളുകളെ. ഫിഷർമെൻ എന്നാൽ മത്സ്യം പിടിക്കുന്ന ആളുകൾ, അവർ കണ്ടു. സിറ്റിംഗ് ബൈ ദ റിവർ ആൻഡ് ടോക്കിംഗ്, പുഴയ്ക്ക് അരികിൽ ഇരിക്കുന്നതായിട്ട്. സിറ്റിംഗ് എന്നാൽ ഇരിക്കുന്നതായിട്ട്, ബൈ ദ റിവർ, പുഴയ്ക്ക് അടുത്തായിട്ട്, അരികിൽ ഇരിക്കുന്നതായിട്ട് അവർ കണ്ടു. ആൻഡ് ടോക്കിംഗ്, എന്നിട്ട് സംസാരിക്കുന്നു. അങ്ങനെ പുഴയ്ക്ക് അരികെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതായിട്ട് അവർ കണ്ടു. ഡ്യൂ ടു ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്നാൽ കൗതുകം, ജിജ്ഞാസ. ഡ്യൂ ടു എന്നാൽ അത് കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. അവരുടെ അതിയായിട്ടുള്ള ജിജ്ഞാസ കാരണം, അറിയാനുള്ള ആഗ്രഹം കാരണം. ദ ഫ്രണ്ട്സ് സ്വാം ക്ലോസർ ടു ഹിയർ വാട്ട് ദേ വേർ സെയിങ്. ദ ഫ്രണ്ട്സ്, ആ സുഹൃത്തുക്കളായിട്ടുള്ള മത്സ്യങ്ങൾ, സ്വാം, നീന്തി, സ്വിം എന്നാൽ നീന്തുക, അതിൻ്റെ പാസ്റ്റാണ് സ്വാം, നീന്തി, ക്ലോസർ ടു ഹിയർ, അടുത്തേക്ക്, ക്ലോസർ എന്നാൽ അടുത്തേക്ക്, ടു ഹിയർ, കേൾക്കാൻ വേണ്ടി, വാട്ട് ദേ വേർ സെയിങ്, അവർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആ മൂന്ന് സുഹൃത്തുക്കളും അടുത്തേക്ക് നീങ്ങി. വൺ ഓഫ് ദ ഫിഷർമെൻ സെഡ്, മത്സ്യം പിടിക്കുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു,
വൺ ഓഫ് ദ ഫിഷർമെൻ സെഡ്, മത്സ്യം പിടിക്കുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു, ദർ ആർ മെനി ഫിഷ് ഇൻ ദിസ് റിവർ, ഈ പുഴയിൽ ധാരാളം മത്സ്യങ്ങൾ ഉണ്ട്. ഇഫ് വി ക്യാച്ച് ദം ആൻഡ് സെൽ ദം ഇൻ ദ മാർക്കറ്റ്, ഇഫ് വി ക്യാച്ച് ദം, നമ്മൾ അവരെ പിടികൂടിയാൽ, ആ മത്സ്യങ്ങളെ പിടികൂടിയാൽ, ആൻഡ് സെൽ ദം, എന്നിട്ട് അവറ്റകളെ വിൽപ്പന നടത്തിയാൽ, ഇൻ ദ മാർക്കറ്റിൽ നമ്മൾ അവറ്റകളെ പിടിച്ച് വിൽപ്പന നടത്തിയാൽ, വി ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് പ്രോഫിറ്റ്, നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വി ക്യാൻ ഏൺ എന്നാൽ നമുക്ക് സാധിക്കും, എ ലോട്ട് ഓഫ് പ്രോഫിറ്റ്, ഒരുപാട് ലാഭം, ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിക്കും. ഫോർ എ ലോങ് ടൈം നൗ, ഇപ്പോഴേക്കും ഒരുപാട് സമയമായിട്ട്, ഇതുവരെ ഒരുപാട് സമയമായിട്ട്, വി ഹാവിൻറ്റ് ഏൺഡ് മച്ച്, നമ്മൾ കൂടുതലായിട്ട് സമ്പാദിച്ചിട്ടില്ല. ഈ സമയമായപ്പോഴേക്കും എന്താണ്, ഇതുവരെ നമ്മളെന്താണ്, വി ഹാവിൻറ്റ് ഏൺഡ് മച്ച്, നമ്മൾ കൂടുതൽ സമ്പാദിച്ചിട്ടില്ല. വെൻ ഷുഡ് വി കം ടു ക്യാച്ച് ദം, നമ്മൾ എപ്പോഴാണ് അവറ്റകളെ പിടികൂടാൻ വേണ്ടി വരേണ്ടത്. വെൻ ഷുഡ് വി കം എന്നാൽ നമ്മൾ എപ്പോഴാണ് വരേണ്ടത്. ടു ക്യാച്ച് ദം, അവറ്റകളെ പിടികൂടാൻ വേണ്ടി. ദ അതർ ഫിഷർമാൻ റിപ്ലൈഡ്, മറ്റേ ഫിഷർമാൻ, മത്സ്യം പിടിക്കുന്ന പുരുഷൻ റിപ്ലൈഡ്, മറുപടി പറഞ്ഞു, വി വിൽ കം ടുമോറോ മോർണിംഗ് ടു ക്യാച്ച് ഫിഷ്, വി വിൽ കം ടുമോറോ, നാളെ നമ്മൾ വരും, മോർണിംഗ് രാവിലെ, ടു ക്യാച്ച് ഫിഷ്, മീൻ പിടിക്കാൻ വേണ്ടി, മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടി നാളെ രാവിലെ നമ്മൾ വരും. ഹിയറിംഗ് ദെയർ കോൺവെർസേഷൻ എന്നാൽ സംഭാഷണം, അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട്, മോനി സെഡ് ടു ഹെർ ഫ്രണ്ട്സ്, മോനി പറഞ്ഞു ടു ഹെർ ഫ്രണ്ട്സ്, അവളുടെ സുഹൃത്തുക്കളോട്. ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ. ഐ തിങ്ക് വി ഷുഡ് ലീവ് ദിസ് പ്ലേസ് ആൻഡ് ഗോ ടു സം സേഫ് പ്ലേസ്. ഐ തിങ്ക്, എനിക്കു തോന്നുന്നത്, വി ഷുഡ് ലീവ്, നമ്മൾ വിട്ടുപോകണം, ദിസ് പ്ലേസ്, ഈ സ്ഥലം വിട്ട് നമ്മൾ പോകണം, ആൻഡ് ഗോ ടു സം സേഫ് പ്ലേസ്, എന്നിട്ട് മറ്റേതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് നമ്മൾ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ലൈഫ്സ് ആർ ഇൻ ഡേഞ്ചർ ഹിയർ, നമ്മുടെ ജീവനുകൾ ഇവിടെ അപകടത്തിലാണ്. അറ്റ് ദിസ്, പെട്ടെന്ന്, സോമി പറഞ്ഞു, ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് സോമി പറഞ്ഞു, ഐ തിങ്ക് വി ഷുഡ് ലിവ് ഹിയർ ഓൺലി. ഐ തിങ്ക്, എനിക്ക് തോന്നുന്നത്, വി ഷുഡ് ലിവ് ഹിയർ ഓൺലി, നമ്മൾ ഇവിടെ മാത്രമാണ് ജീവിക്കേണ്ടത്, ഇവിടം വിട്ടു പോകരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്, സോമി പറഞ്ഞു. ദിസ് പ്ലേസ് ബിലോങ്സ് ടു അവർ ആൻസസ്റ്റേഴ്സ് എന്നാൽ പൂർവികർ എന്നാണ് അർത്ഥം. ദിസ് പ്ലേസ്, ഈ സ്ഥലം, ബിലോങ്സ് ടു അവർ ആൻസസ്റ്റേഴ്സ്, ഈ സ്ഥലം നമ്മുടെ പൂർവികരുടേതാണ്. നോനി അഗ്രീഡ് വിത്ത് വാട്ട് സോമി സെഡ്, നോനി സമ്മതിച്ചു, അതിനോട് യോജിച്ചു, വിത്ത് വാട്ട് സോമി സെഡ്, സോമി എന്താണോ പറഞ്ഞത് അതിനോട് നോനി യോജിച്ചു. മോനി അഗൈൻ ട്രൈ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്, മോനി വീണ്ടും ട്രൈഡ്, ശ്രമിച്ചു, ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്, അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോനി വീണ്ടും ശ്രമിച്ചു. ഐ നോ ദാറ്റ് അവർ ആൻസസ്റ്റേഴ്സ് ലിവ്ഡ് ഹിയർ, ഐ നോ ദാറ്റ്, എനിക്കതറിയാം, അവർ ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികർ, ലിവ്ഡ് ഹിയർ, ഇവിടെയാണ് ജീവിച്ചിരുന്നത്, ഇവിടെയാണ് ജീവിച്ചത് നമ്മുടെ പൂർവികർ എന്ന് എനിക്ക് അറിയാം. ബട്ട് വി ഹാവ് ടു ലീവ് ദിസ് പ്ലേസ് ടു സേവ് അവർ ഓൺ ലൈഫ്സ്, പക്ഷേ വി ഹാവ് ടു ലീവ്, നമ്മൾ വിട്ടുപോകേണ്ടതുണ്ട്, ദിസ് പ്ലേസ്, ഈ സ്ഥലം നമ്മൾ വിട്ടുപോകേണ്ടതുണ്ട്, ടു സേവ്, രക്ഷിക്കാൻ വേണ്ടി, അവർ ഓൺ ലൈഫ്സ്, നമ്മുടെ സ്വന്തം ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടം വിട്ട് പക്ഷേ പോകേണ്ടതുണ്ട്. ജസ്റ്റ് തിങ്ക് ഡീപ്ലി അബൌട്ട് ഇറ്റ്, ഡീപ്ലി എന്നാൽ ആഴത്തിൽ എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ ഗഹനമായിട്ടൊന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക. ഐ ആം ഗോയിങ് ടു ഇൻഫോം അതർ ഫിഷ് ഓഫ് ദ റിവർ അബൌട്ട് ദിസ്, ഐ ആം ഗോയിങ് ടു ഇൻഫോം, ഞാൻ അറിയിക്കാൻ പോകുകയാണ്, അതർ ഫിഷ്, മറ്റുള്ള മത്സ്യങ്ങളെ, ഫിഷ് ഓഫ് ദ റിവർ അബൌട്ട് ദിസ്, ഇതിനെ പറ്റിയിട്ട്, ഈ പുഴയിലുള്ള മറ്റുള്ള മത്സ്യങ്ങളോട് മത്സ്യങ്ങളെ ഇത് അറിയിക്കാൻ ഞാൻ പോകുകയാണ്. ടിൽ ലേറ്റ് ഇൻ ദ ഈവനിങ്, വൈകുന്നേരം വൈകുന്നതുവരെ, ടിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥമാണ്. സോമി ആൻഡ് നോനി വേർ നോട്ട് കൺവിൻസ്ഡ് ആൻഡ് ഡിഡിൻറ്റ് ലീവ് ദ പ്ലേസ്. കൺവിൻസ് എന്നാൽ ബോധ്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. സോമി ആൻഡ് നോനി വേർ നോട്ട് കൺവിൻസ്ഡ്, സോമിയെയും നോനിയെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അവർക്ക്
ബോധ്യമായില്ല. എന്താണോ മറ്റേ മത്സ്യം പറഞ്ഞത് അത് വിശ്വാസമായില്ല. ആൻഡ് ഡിഡിൻറ്റ് ലീവ് ദ പ്ലേസ്, ആ സ്ഥലം വിട്ടുപോയതുമില്ല. ആസ് നോനി സോ സോമി ആൻഡ് നോനി സ്റ്റിൽ റിഫ്യൂസിങ് ടു ലീവ്. ആസ് എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്, അതുകൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആസ് നോനി സോ, നോനി കണ്ടു, സോമി ആൻഡ് നോനി, സോമിയെയും നോനിയെയും, സ്റ്റിൽ റിഫ്യൂസിങ് ടു ലീവ് എന്താണ് അവിടം വിട്ട് പോകാൻ നിരസിക്കുക, അവിടം വിട്ട് പോകാൻ നിരസിക്കുന്നതായിട്ട് കണ്ടപ്പോൾ എന്താണ്, സ്റ്റിൽ എന്നാൽ അതുവരെ, എന്നിട്ടും എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്നിട്ടും എന്താണ് അവിടം വിട്ട് പോകാൻ വിസമ്മതിച്ചപ്പോൾ. ഷീ മട്ടേഡ് ടു ഹെർസെൽഫ്. മട്ട് എന്നാൽ ഇവിടെ പിറുപിറുക്കുക എന്നുള്ള അർത്ഥം. ഷീ മട്ടേഡ്, അവൾ പിറുപിറുത്തു, ടു ഹെർസെൽഫ്, അവൾ അവളോട് തന്നെ പിറുപിറുത്തു, താണ ശബ്ദത്തിൽ പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ലെസ് ടു എക്സ്പ്ലെയിൻ ടു ദം, അവരോട് വിവരിക്കൽ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കൽ പ്രയോജനമില്ലാത്തതാണ്. യൂസ്ലെസ് എന്നാൽ പ്രയോജനമില്ലാത്ത. ദേ വോണ്ട് ലിസൺ ടു മീ, അവർ എന്നെ കേൾക്കുകയില്ല, അവർ എന്നെ അനുസരിക്കുകയില്ല. ദേ വോണ്ട് ലിസൺ ടു മീ എന്നാൽ അവർ എന്നെ അനുസരിക്കുകയില്ല, ഞാൻ പറയുന്നത് കേൾക്കുകയില്ല, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഷുഡ് ലീവ് ദിസ് പ്ലേസ് ആസ് സൂൺ ആസ് ഐ ക്യാൻ. ഐ ഷുഡ് ലീവ് ദിസ് പ്ലേസ്, ഞാൻ ഈ സ്ഥലം വിട്ടുപോകണം. ആസ് സൂൺ ആസ് ഐ ക്യാൻ, എനിക്ക് സാധിക്കുന്ന അത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ഥലം വിട്ട് ഞാൻ പോകണം. മോനി വിത്ത് സം അതർ ഫിഷ് ഓഫ് ദ റിവർ. മോനി വിത്ത് സം അതർ ഫിഷ്, മറ്റുള്ള മത്സ്യങ്ങളുമൊത്ത്, മത്സ്യങ്ങളുടെ കൂടെ, ഓഫ് ദ റിവർ, ആ പുഴയിലെ മറ്റുള്ള മത്സ്യങ്ങളുമൊത്ത്, ബേഡ് ദം ഗുഡ് ബൈ ആൻഡ് വെൻ ടു സം അതർ പ്ലേസ് ഇൻ ദ റിവർ. ബീഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ബെയ്ഡ്. ബീഡ് എന്നാൽ അഭിവാദനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ബെയ്ഡ്. അഭിവാദനം ചെയ്തു. ദം എന്ത്, ഗുഡ് ബൈ, ഗുഡ് ബൈ എന്ന് അവരോട് അഭിവാദനം ചെയ്തു. ആൻഡ് വെൻ ടു സം അതർ പ്ലേസ് ഇൻ ദ റിവർ, ആ പുഴയിലെ മറ്റൊരു സ്ഥലത്തേക്ക് അവർ പോയി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ദ ഫിഷർമെൻ കെയിം ടു ദ റിവർ ആൻഡ് ത്രൂ ദെയർ നെറ്റ്സ്. ദ ഫിഷർമെൻ, ആ മത്സ്യം പിടിക്കുന്ന ആളുകൾ, കെയിം ടു ദ റിവർ, പുഴയിലേക്ക് വന്നു, ആൻഡ് ത്രൂ എന്നിട്ട് എറിഞ്ഞു. ത്രോ എന്നതിൻ്റെ പാസ്റ്റാണ് ത്രൂ, എറിഞ്ഞു. ദെയർ നെറ്റ്സ്, അവരുടെ വലകൾ എന്താണ്, അവർ ആ പുഴയിലേക്ക് അടുത്ത ദിവസം രാവിലെ എറിഞ്ഞു. ഡിസ്പൈറ്റ് ദെയർ എഫേർട്സ് ടു എസ്കേപ്പ്. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും എന്നാണ് അർത്ഥം. ഡിസ്പൈറ്റ് ദെയർ എഫേർട്സ് ടു എസ്കേപ്പ്, രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ കഠിന പ്രയത്നം ഉണ്ടായിട്ടും. ബോത്ത് സോമി ആൻഡ് നോനി ഇവഞ്ച്വലി ഗോഡ് കോട്ട് ഇൻ ദ നെറ്റ്. ബോത്ത് എന്നാൽ രണ്ടുപേരും, സോമി ആൻഡ് നോനി, സോമിയും നോനിയും, ഈ രണ്ടുപേരും, ഇവഞ്ച്വലി അവസാനം, ഗോഡ് കോട്ട് അകപ്പെട്ടു, ഇൻ ദ നെറ്റ് ആ വലക്കകത്ത് അവസാനം രണ്ടുപേരും, സോമിയും നോനിയും അകപ്പെട്ടു. സോമി തോട്ട് ഓഫ് എ ബ്രില്യൻറ്റ് ഐഡിയ. ബ്രില്യൻറ്റ് എന്നാൽ ഭാസുരമായ എന്നുള്ള അർത്ഥമാണ്. നല്ല ഒരു ഭാസുരമായ ഒരു ആശയം അവൾക്ക്, സോമിക്ക് തോന്നി. വെൻ ദ ഫിഷർമെൻ വേർ എബൌട്ട് ടു ടേക്ക് ഹിം ഔട്ട് ഓഫ് ദ നെറ്റ്. വെൻ എന്നാൽ ആ സമയത്ത്, ദ ഫിഷർമെൻ മത്സ്യം പിടിക്കുന്ന ആളുകൾ, വേർ എബൌട്ട് ടു ടേക്ക് ഹിം ഔട്ട് ഓഫ് ദ നെറ്റ്, ആ വലക്കകത്ത് നിന്നും ആ മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകൾ അവളെ എടുക്കാനിരിക്കുകയായിരുന്നു. വേർ എബൌട്ട് എന്നാൽ എടുക്കാനിരിക്കുകയായിരുന്നു, ആരെ, ആ മത്സ്യത്തെ. വെൻ ആ സമയത്ത് എന്താണ്, ഷീ പ്രിറ്റൻഡഡ് ടു ബി ഡെഡ്. പ്രിറ്റൻഡഡ് എന്നാൽ കള്ളത്തരമായ, കപടമായ, വ്യാജമായ, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ അഭിനയിക്കുക എന്നുള്ള അർത്ഥമാണ്. ഷീ പ്രിറ്റൻഡഡ്, അവൾ അഭിനയിച്ചു, ടു ബി ഡെഡ്, മരിച്ച പോലെ അവൾ അഭിനയിച്ചു. ദ ഫിഷർമെൻ ത്രൂ ഹെർ ബാക്ക് ഇൻ ടു ദ റിവർ. ദ ഫിഷർമെൻ മത്സ്യം പിടിക്കുന്ന ആളുകൾ, ത്രൂ ഹെർ അവളെ എറിഞ്ഞു, ബാക്ക് എന്നാൽ തിരിച്ച്, ഇൻ ടു ദ റിവർ ആ പുഴയിലേക്ക് തന്നെ അവളെ തിരിച്ച് എറിഞ്ഞു. ആസ് ദ ഹാഡ് നോ യൂസ് ഫോർ എ ഡെഡ് ഫിഷ്. ആസ് എന്നാൽ ആയതുകൊണ്ട്, ആസ് ദ ഹാഡ് നോ എന്താ, അവർക്ക് ഇല്ലായിരുന്നു, അവർക്ക് ഇല്ലാത്തത് കൊണ്ട്, നോ യൂസ് ഉപകാരമില്ലാത്തത് കൊണ്ട്, ഫോർ എ ഡെഡ് ഫിഷ് ഒരു ചത്ത മത്സ്യത്തെ കൊണ്ട് അവർക്ക് ഉപകാരമില്ലാത്തതിനാൽ അവർ അവളെ തിരിച്ച് പുഴയിലേക്ക് തന്നെ എറിഞ്ഞു. നോനി സ്ട്രഗിൾഡ് ഹാർഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ നെറ്റ് ബട്ട് ടു നോ അവെയിൽ ഷീ തോട്ട്. നോനി സ്ട്രഗിൾഡ്, നോനി കഠിനമായി പൊരുതി, എന്താണ്,
നോനി സ്ട്രഗിൾ ഹാർഡ്, കഠിനമായിട്ട് പൊരുതി, ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ നെറ്റ്, ആ വലയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി. ബട്ട് ടു നോ അവെയിൽ, പക്ഷേ എന്താണ്, ഫലിച്ചില്ല, പ്രയോജനപ്പെട്ടില്ല. ഷീ തോട്ട്, അവൾ കരുതി. മൈ ലൈഫ് ഈസ് ഓവർ, എൻ്റെ ജീവിതം അവസാനിച്ചു. ഇഫ് ഓൺലി ഐ ഹാഡ് ലിസൺ ടു മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കേട്ടാൽ മാത്രം മതിയായിരുന്നു. എന്താണ്, എൻ്റെ ജീവിതം കഴിഞ്ഞു, ഞാൻ എൻ്റെ സുഹൃത്തിനെ കേൾക്കണമായിരുന്നു, കേട്ടാൽ മതിയായിരുന്നു. ദസ്, അങ്ങനെയാണ്. സോമി ആൻഡ് മോനി എസ്കേപ്ഡ് ഡെത്ത് ഡ്യൂ ടു ദെയർ പ്രുഡൻസ് ആൻഡ് ഇൻ്റലിജൻസ്. സോമി ആൻഡ് മോനി എസ്കേപ്ഡ് ഡെത്ത്, എന്താണ്, സോമിയും നോനിയും അങ്ങനെയാണ് രക്ഷപ്പെട്ടത്, മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഡ്യൂ ടു എന്നാൽ അതുകൊണ്ട് എന്നുള്ള അർത്ഥം, ആ കാരണത്താൽ. ദെയർ പ്രുഡൻസ് ആൻഡ് ഇൻ്റലിജൻസ്. പ്രുഡൻസ് എന്നാൽ വിവേകം എന്നുള്ള അർത്ഥമാണ്. ദീർഘദൃഷ്ടി, വീണ്ടു വിചാരം, സൂക്ഷ്മ ജാഗ്രത, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ്റലിജൻസ് എന്നാൽ ബുദ്ധി. സോമിയും നോനിയും അങ്ങനെയാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്, അവരുടെ ദീർഘദൃഷ്ടി കൊണ്ടും അവരുടെ വീണ്ടു വിചാരം കൊണ്ടും അവരുടെ ബുദ്ധി കൊണ്ടും. മോറൽ, ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ലിസൺ ടു വാർണിംഗ്സ് ആൻഡ് ടേക്ക് ആക്ഷൻ ടു സ്റ്റേ സേഫ്. ലിസൺ ടു വാർണിംഗ്സ്, മുന്നറിയിപ്പുകളെ ഗൗനിക്കുക, മുന്നറിയിപ്പുകളെ കേൾക്കുക, അത് ശ്രദ്ധിക്കുക, അനുസരിക്കുക. ആൻഡ് ടേക്ക് ആക്ഷൻ, എന്നിട്ട് നടപടിയെടുക്കുക, പ്രവർത്തിക്കുക. ടു സ്റ്റേ സേഫ്, സുരക്ഷിതമായിരിക്കാൻ വേണ്ടി. താക്കീതുകളെ കേൾക്കുക, അതിനെ അനുസരിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. എന്തിന്, സുരക്ഷിതമായിരിക്കാൻ വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്താണ്, വാണിങ്ങുകളെ, മുന്നറിയിപ്പുകളെ കേൾക്കുക, അനുസരിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക.